LDFും UDFും പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിലെ BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ റീൽസ് ഇട്ട് മത്സരിക്കുകയാണ് ഇരു പാർട്ടികളും ചെയ്യുന്നതെന്നും നിലമ്പൂരിൽ ഒരു വികസന പ്രവർത്തനങ്ങളും 10-60 വർഷമായി നടന്നിട്ടില്ലെന്നും വികസനമല്ല ഇരു പാർട്ടികളും ലക്ഷ്യം വെക്കുന്നതെന്നും വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ നിലമ്പൂർ ഇലക്ഷനിൽ എന്താണ് UDFും LDFും നന്നായിട്ട് റീൽസും ഫ്ലെക്സ് എല്ലാം ഒട്ടിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്താണ് BJP NDA ഈ റീലിന്റെ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചൊരു പിന്നോട്ട് നിൽക്കുന്നത്? ഒരു ചോദ്യം. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് ഒരു മറുപടി ഇന്നലെ പറഞ്ഞു, ഇന്നും പറയുന്നു. ഈ LDFും UDFും ജനങ്ങൾ വിശ്വസിച്ച് എത്രയോ കൊല്ലം അവസരം കൊടുത്തതായിരുന്നു ഇവിടെ ഭരിക്കാൻ. അവര് ഒന്നും ചെയ്തില്ല, ചെയ്യാൻ പോകുന്നുമില്ല. അതുകൊണ്ട് അവരൊരു ഫുൾ ടൈം രാഷ്ട്രീയമാണ് ഈ റീലും വാഗ്ദാനം കൊടുത്ത് നിലമ്പൂർ തിളങ്ങും, നിലമ്പൂർ വളരും, ജനങ്ങളെ വിഡ്ഢിയാക്കി മുമ്പോട്ട് പോകാനൊരു അവരുടെ ഒരു സ്ട്രാറ്റജി. മതരാഷ്ട്രവാദം നടത്തുന്ന പാർട്ടികളുമായി സഖ്യത്തിലാണ് ഇരു മുന്നണികളും. 2018 ഉമ്മൻചാണ്ടി ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിരുന്നുവെന്നും EK നായനാർ സർക്കാരാണ് മദനിയെ ജയിലിലടച്ചതെന്നും ഉമ്മൻചാണ്ടിയും EK നായരും അന്ന് സ്ഥിരീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നും എന്ത് മാറ്റമാണ് ജമാഅത്ത് ഇസ്ലാമിയും PDPയും മാറ്റിയതെന്ന് രണ്ട് മുന്നണികളും വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UPA മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും 8 മന്ത്രിമാർ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്നും കേരളത്തിൽ സുരേഷ് ഗോപി എന്ന ഒറ്റ MP മാത്രമുണ്ടായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും നിലമ്പൂരിൽ നിന്നും NDAക്ക് ഒരു MLA ഉണ്ടായാൽ നിലമ്പൂർ നഞ്ചൻകോട് പാത ഉൾപ്പെടെയുള്ളവ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മതേതരത്വത്തിലും വികസനത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇക്കുറി NDAയെ പിന്തുണയ്ക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.